നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നേ വന്നേക്കുന്ന നിനിസ്രാത്ത് ഐലൻഡ് ഹരേ കൃഷ്ണ ടെമ്പിളിലാണ്. ഇത് നോർത്തേൺ ഐലൻഡിൻ്റെ ഒരു ഭാഗമാണേ ഉള്ളൂ. ഗോൾവേയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറേ എടുക്കത്തുള്ളൂ. അമ്പലം നമ്മുടെ ഇസ്കോൺ ടെമ്പിൾ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളെല്ലാം വരുമ്പോൾ എന്തെങ്കിലും നിങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായം അമ്പലത്തിന് വേണ്ടി ചെയ്യണം. ഇത് ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് വന്നത്. നിങ്ങളിപ്പോൾ വരുവാണെങ്കിൽ ഒരു ഡേ ട്രിപ്പായിട്ട് നിങ്ങൾ വരിക. വന്ന് നിങ്ങൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം നേരത്തെ വരാമെന്നുണ്ടെങ്കിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നല്ല ഗ്രൗണ്ട്സ് ഉണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കറങ്ങാം. കുറേ വൃന്ദാവനം എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഭക്ഷണം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിവിടെ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഇവർ ഒരുക്കി തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വരിക, വന്ന് നമ്മൾ അമ്പലത്തിൽ തൊഴുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇപ്പം ഹരേ കൃഷ്ണ ഐലൻഡ് അവിടെ എത്തി. ആ കാണുന്നതാണ് ഐലൻഡ്. അവിടെ നോക്കിയാൽ മനസ്സിലാവും ഹരേ കൃഷ്ണയുടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങളിപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോട്ട് വരാൻ വേണ്ടിയാണ്. ജെറ്റ്സ്കി വന്നു. സ്പീഡ് ബോട്ട്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ബോട്ട് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നായിരിക്കും. തിരിച്ചതുപോലെ തന്നെ അവർ ഡ്രോപ്പ് ചെയ്തോളും. പിന്നെ ഈ ഐലൻഡിൻ്റെ അകത്ത് നടുഭാഗത്തായിട്ടാണ് നമ്മുടെ അമ്പലം ഇരിക്കുന്നത്. വളരെ സീനിക്കാണ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് അമ്പലം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇറങ്ങിയോ? ജമ്പ് ചെയ്ത് ഹരേ കൃഷ്ണ. നല്ല ഭംഗിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പ്ലേ ഏരിയ ഉണ്ട്. നല്ല വെതറാണ്, നല്ല ബ്യൂട്ടിഫുൾ. ഇവിടെ ഞങ്ങൾ വിൻ്റർ ടൈമിൽ ഇവിടെ ഫാമിലിയായിട്ട് വരുന്ന നേരത്തെ ഇവിടെ താമസിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതിവരെ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ ഇവരെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമെല്ലാം ശരിയാക്കി തരുന്നതായിരിക്കും. ഇതാണ് ടെമ്പിൾ റൂം. ഇവിടെ എല്ലാ ദിവസവും ഭജനകളും പ്രാർത്ഥനയെല്ലാം നടക്കുന്നതാണ്. ആ കർട്ടൻ്റെ പുറകെ ശ്രീകൃഷ്ണസ്വാമിയുടെ ഐഡൽസ് പ്രതിമകൾ വെച്ചേക്കുന്നത്.
അത് 4 മണിക്ക് ശേഷം ഇവിടെ പൂജയാണെന്നാണ് ഇപ്പം പൂജാരി ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഹാർമോണിയം, തബല പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലോട്ടെല്ലാം റൂമുകളൊക്കെ ഉണ്ട്. ഇപ്പം സമ്മർ ടൈമിൽ ഒത്തിരി കണ്ടമാനം വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാണ്. ഇതാണ് ഗോവിന്ദാസ് ഗിഫ്റ്റ് ഷോപ്പ്. നമുക്ക് ഹരേ കൃഷ്ണ അമ്പലത്തെ സപ്പോർട്ട് ചെയ്യാൻ രീതിയിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്കിതെല്ലാം പർച്ചേസ് ചെയ്യാം, മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ. വലിയ വിലയൊന്നുമില്ല. ഒരു ഡൊണേഷൻ പോലെ കരുതിയാൽ മതി. ನಮಸ್ಕಾರ. ಇವತ್ತು ನಾವು ಹರೇ ಕೃಷ್ಣ ಟೆಂಪಲಿಗೆ ಬಂದಿದ್ದೀವಿ. ಇದು ಇನ್ನಿಸ್ರಾತ್ ಐರ್ಲೆಂಡ್ ಅಂತ ಕರೀತಾರೆ. ಹರೇ ಕೃಷ್ಣ ಟೆಂಪಲ್ ಇದೆ. ಇಲ್ಲಿ ಟೆಂಪಲ್ ಇದೆ ಅಂತ ತುಂಬ ಜನಕ್ಕೆ ಗೊತ್ತಿಲ್ಲ, ಆಯಿತಾ. ಇಲ್ಲಿ ನೀವು UK ಇಂದ ಇರುವವರು ಮತ್ತು ಐರ್ಲೆಂಡಲ್ಲಿರುವವರು ಎಲ್ಲರೂ ಇಲ್ಲಿಗೆ ಬರ್ಬೋದು. ಟೆಂಪಲ್ ಇರೋದು ಇಲ್ಲಿ ಒಳಗಡೆ. ನಮ್ಮ ಸ್ನೇಹಿತರು ಅದನ್ನು ತೋರಿಸ್ತಾರೆ, ಎಲ್ಲಿ ಒಳಗಡೆ ಹೇಗಿದೆ, ಯಾವ ಥರ ಇದೆ ಅಂತ. ಇದು ನೋಡಿ, ಸರೌಂಡಿಂಗ್ ನೋಡಿ, ಇದು ಕಂಪ್ಲೀಟ್ ಇಲ್ಲಿ ಒಂದೇ ಇರೋದು. ಇದು ಐಲ್ಯಾಂಡ್. ಇದು ಬೋಟಿಂದ ನಾವು ಇಲ್ಲಿಗೆ ಬರಬೇಕಾಗುತ್ತೆ. ಸೊ ಅವರೇ ಎಲ್ಲ ಪ್ರೊವೈಡ್ ಮಾಡ್ತಾರೆ ಇಲ್ಲಿಗೆ ಬರಲಿಕ್ಕೆ. ದಯವಿಟ್ಟು ಇರುವವರು, ತುಂಬ ಜನಕ್ಕೆ ಇಲ್ಲಿ ಟೆಂಪಲ್ ಇದೆ ಅನ್ನೋದೇ ಗೊತ್ತಿಲ್ಲ. ಇಲ್ಲಿ ತುಂಬ ಹತ್ತಿರ, ತುಂಬ ನೆಮ್ಮದಿಯಾಗಿದೆ, ಒಳ್ಳೆಯ ಸ್ಥಳ. ಒಂದು ದಿನ ಕಳೆಯೋದಕ್ಕಂತೂ ತುಂಬ ಚೆನ್ನಾಗಿದೆ. ದಯವಿಟ್ಟು ಬಂದು ದರ್ಶನ ಪಡೆಯಿರಿ. ಮತ್ತು ನಿಮ್ಮ ಕೈಲಾದ ಸಹಾಯ ಏನಾಗುತ್ತೆ, ನಿಮಗೆ ಇಲ್ಲಿ ಕೊಡಲಿಕ್ಕಾಗುತ್ತಾ ಅಥವಾ ಏನು സഹായ ಮಾಡಬೇಕು ಅದನ್ನು ദയവിട്ട് ಬಂದು ಮಾಡಿ. ഹരേ കൃഷ്ണ. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ നല്ല അഴകുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഒരു ഫുൾ ഡേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഈശ്വര, എന്ത് ഭംഗിയായിരുന്നു ഇരിക്കുന്നത്. ലൈവായിട്ട് നമുക്ക് കാണാം. എന്താണ് വേണ്ടത് ഈശ്വര. ഇതാണ് വൃന്ദാകുണ്ട്. ബന്നി. ചെറിയൊരു വൃന്ദാവനം അവർ സൃഷ്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. നമുക്കിവിടെ ഇരിക്കാം.
ഹരേ കൃഷ്ണ. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും അവർ പോളിറ്റാനലിൻ്റെ അകത്ത് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. ചെറിയൊരു വൃന്ദാവനം അവർ സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. എല്ലാം നല്ല മുത്തുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടുന്ന് പ്രസാദം തരുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രസാദം. എല്ലാവർക്കും അവിടുന്ന് കടന്നിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കിന്ന്. ഞങ്ങളെല്ലാവരും ഇപ്പം നല്ല തിരികെ പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5 മണിക്ക് ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ബാർജ് ഉണ്ടെന്ന്. ഇപ്പം 5:30 അവിടെ ബാർജ് വന്ന് കിടപ്പുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ പാരി. ആഹാ, എല്ലാവരും തൊഴുത് പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങളിനി മെല്ലെ തിരികെ പോവാം. അപ്പം നിങ്ങളെല്ലാവരും വരണം, ഫാമിലിയായിട്ട് വരണം. വരുമ്പം ഞാൻ ഈ വീഡിയോയുടെ അണ്ടർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ടൈമിങ്സ് ഇടാം. അതുകൂടാതെ വെബ്സൈറ്റ് ഇടാം. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും വരിക. വരുമ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഡൊണേഷൻസ് ചെയ്യുക. നമ്മുടെ കൃഷ്ണൻ അമ്പലം അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുകൂടാതെ അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഭക്ഷണമായിട്ട് എല്ലാം നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങളെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇവിടെ അയർലൻഡിൻ്റെ ഒരു പാർട്ടാണ്. വെറും 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ UK വരുന്നത്. അപ്പോൾ അയർലൻഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വിസയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാനിപ്പോൾ ഇവിടെ 3 വട്ടമായി ഈ പ്രാവശ്യം വന്നത്. അപ്പം നമുക്ക് ഒരു 5 to 6 കിലോമീറ്റേഴ്സ് മാത്രമേ UK കയറി വരുന്നുള്ളൂ. നമ്മൾ അറിയത്ത് പോലും ഇല്ല. സോ ഗൈസ്, നിങ്ങളെല്ലാവരും വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതൊരു വളരെ വലിയൊരു എക്സ്പീരിയൻസ്. നമുക്കിനി ബാർജിൻ്റെ അവിടോട്ട് നടക്കാം. കാര്യമില്ല, പൊട്ടിയത് തിരുമിട്ട് കാര്യമില്ല. പൊട്ടിട്ട് ചെയ്തതാണ്. പിന്നെ ഇന്നത്തെ ഞങ്ങൾ യാത്ര കഴിഞ്ഞു. ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങൾ ഇനിയിപ്പം മെല്ലെ ഗോവയിലേക്ക് തിരിച്ചു പോവുക. 2 മണിക്കൂർ ഡ്രൈവ് ആയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വരണം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ആൾക്കാരോട് സംസാരിക്കുക. നിങ്ങൾ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കം ഹിയർ. ഓക്കെ ബേബി. We will invite everyone to come and visit this place, and we recommend everyone. It's a beautiful place. Everybody should visit. Hare Krishna. Hare Krishna.